ഗ്രൈൻഡറിന്റെ സർവീസ്, റിപ്പയർ എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന പാർട്ട് 2 ആണ്. ഗ്രൈൻഡർ ഓൺ ചെയ്ത് അതിന്റെ പ്രവർത്തനം പരിശോധിക്കുക. സപ്ലൈയിൽ നിന്ന് ഗ്രൈൻഡർ വേർപെടുത്തുക. ഇൻസ്പെക്ഷൻ കവർ തുറക്കുക. ടേബിളിലെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുക. വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. സ്വിച്ചുകൾ മികച്ചതാണോ എന്നറിയുന്നതിനായി മോട്ടറിൻ്റെയും ഡ്രൈവ് അലൈൻമെൻറ്റിൻ്റെയും കൃത്യമായ മൗണ്ടിങ്ങിനായി ഒരു മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് പവർ കോഡിൻ്റെ കണ്ടിന്യൂറ്റി, ഷോർട്ട് സർക്യൂട്ട് എന്നീ പരിശോധനകൾ നടത്തുക. മോട്ടറിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി ടേബിളിൽ രേഖപ്പെടുത്തുക. 1 മെഗാ ഓമിന് മുകളിലാണ് ഇൻസുലേഷൻ വാല്യൂ എങ്കിൽ ഗ്രൈൻഡർ ഓണാക്കി അതിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുക. ഇൻസുലേഷൻ്റെ റെസിസ്റ്റൻസ് 0.5 ഓമിൽ കുറവാണെങ്കിൽ ഹീറ്റിംഗ് അല്ലെങ്കിൽ വാർണിഷിങ്ങിലൂടെ ഇൻസുലേഷൻ വാല്യൂ മെച്ചപ്പെടുത്തുക. ഗ്രൈൻഡറിൻ്റെ മോട്ടോറും ബിയറിങ്ങും നന്നായി വൃത്തിയാക്കുക. അസംബ്ലിക്ക് മുൻപാകെ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്ത പ്രകാരം ബിയറിംഗ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ബെൽറ്റിൻ്റെ ടെൻഷൻ ക്രമീകരിച്ച പ്രകാരം മോട്ടോർ അസംബിൾ ചെയ്യുക. ടെർമിനൽ സ്ക്രൂസ്, പുള്ളി സ്ക്രൂസ്, ഫ്ലൈ വീൽ നട്ട്സ്, മോട്ടോർ ഫിക്സിംഗ് ബോൾട്ട്സ് എന്നിവ ടൈറ്റ് ചെയ്യുക. മോട്ടോർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് ഗ്രൈൻഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. മോട്ടോറിൻ്റെയും ഗ്രൈൻഡറിൻ്റെയും പ്രവർത്തനം സുഗമമാണോ എന്ന് നിരീക്ഷിക്കുക. ഗ്രൈൻഡറിൻ്റെ റിപ്പയറിംഗ്. ഉടമയുടെയോ ഉപഭോക്താവിൻ്റെയോ കംപ്ലയിൻറ്റ് ശ്രദ്ധിക്കുക. അവ ഇതൊക്കെയാകാം: ഗ്രൈൻഡർ പ്രവർത്തിക്കുന്നില്ല, സ്റ്റാർട്ട് ആകുന്നില്ല, പക്ഷേ മാനുവലി സ്റ്റാർട്ട് ചെയ്താൽ ഏതെങ്കിലും ദിശയിലേക്ക് കറങ്ങുന്നു, സ്റ്റാർട്ട് ആകുന്നുവെങ്കിലും വേഗത്തിൽ ചൂടാകുന്നു, മോട്ടോറിൻ്റെ സ്പീഡും കുറയുന്നു, വളരെയധികം ചൂടാകുന്നു, ഗ്രൈൻഡറിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു, ഗ്രൈൻഡറിൽ നിന്ന് ഷോക്ക് നൽകുന്നു. ഗ്രൈൻഡർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ലൈനിൽ ഓപ്പൺ കണക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കണ്ടെത്തിയാൽ അത് ശരിയാക്കുക. മോട്ടോർ വൈൻഡിങ്ങിൽ ഏതെങ്കിലും ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് വൈൻഡിങ്ങുകൾ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ റിപ്പയർ വർക്കുകൾക്കായി അയയ്ക്കുക. മോട്ടോർ ടെർമിനലുകളിൽ നിന്ന് കപ്പാസിറ്റർ നീക്കം ചെയ്യുന്നതിന് മുമ്പ് കണക്ഷൻ ശ്രദ്ധിക്കുകയും ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹെഡിൽ മാത്രം തൊടുക. മൾട്ടിമീറ്ററിനെ റെസിസ്റ്റൻസ് മോഡിൽ സെറ്റ് ചെയ്യുക. ടെർമിനലുകൾക്കിടയിൽ പ്രോബ്സ് വയ്ക്കുക. ഡിസ്പ്ലേ നോക്കുക. മീറ്റർ റീഡിങ്ങുകൾ കുറച്ച് കുറഞ്ഞ റെസിസ്റ്റൻസ് കാണിക്കുകയും ക്രമേണ ഉയർന്ന റെസിസ്റ്റൻസിലേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കപ്പാസിറ്റർ നല്ലതാണ്. മൾട്ടിമീറ്റർ സമാനമായ റീഡിംഗ് കാണിക്കുകയോ അല്ലെങ്കിൽ റീഡിംഗ് കാണിക്കുന്നില്ലെങ്കിൽ കപ്പാസിറ്റർ ചീത്തയാണ്, അത് മാറ്റുക. മോട്ടോർ വൈൻഡിങ്ങുകൾ തിരിച്ചറിയുക. 2 വൈൻഡിങ്സ് ടെർമിനലുകൾക്കിടയിൽ ടെസ്റ്റ് ലാമ്പ് വെച്ച് കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ വൈൻഡിങ്ങുകൾ മാറ്റി സ്ഥാപിക്കുക. മൾട്ടിമീറ്റർ കുറഞ്ഞ റേഞ്ചിൽ റെസിസ്റ്റൻസ് മോഡിൽ സെറ്റ് ചെയ്യുക. 2 വൈൻഡിങ്ങുകൾ വെച്ച് ഒരു ടാബുലേഷൻ റീഡിംഗ് രേഖപ്പെടുത്തുക. കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള വൈൻഡിങ്ങുകൾ ഒരു മെയിൻ വൈൻഡിംഗ്, ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള വൈൻഡിംഗ് ആക്സിലറി വൈൻഡിങ്സും ആണ്. കപ്പാസിറ്ററിനെ ഓക്സിലറി വൈൻഡിങ്ങുകളുമായി സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ബെൽറ്റിൻ്റെ ടൈറ്റ്നസ് പരിശോധിക്കുക. മാനുഫാക്ചറേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായ ടൈറ്റ്നസ്സിലേക്ക് ബെൽറ്റ് സെറ്റ് ചെയ്യുക. ടൈറ്റായ ബെയറിങ്ങുകൾ മൂലമാണോ എന്ന് പരിശോധിക്കുക. ഷാഫ്റ്റ് കൈകൊണ്ട് തിരിക്കുന്നതിലൂടെ പരിശോധിക്കുക. ലൂബ്രിക്കേഷൻ സഹായകമല്ലെങ്കിൽ ബിയറിങ്ങുകൾ മാറ്റേണ്ടതുണ്ട്. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ കോണ്ടാക്ട് പരിശോധിക്കുക. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ കോണ്ടാക്ട് ക്ലോസ് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. മോട്ടോർ വേഗത കുറയുന്നു, അധികം ചൂടാകുന്നു എങ്കിൽ വൈൻഡിങ്ങിൻ്റെ ഷോർട്ട് സർക്യൂട്ടിംഗ്, ഗ്രൗണ്ടിംഗ്, എർത്തിംഗ് പരിശോധിക്കുക. സ്റ്റിക്കി ആണോ എന്ന് അറിയാൻ ബിയറിംഗ് പരിശോധിക്കുക. തകരാർ കണ്ടെത്തിയാൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഗ്രൈൻഡർ നോയ്സി ആണെങ്കിൽ തേയ്മാനം വന്ന ബിയറിങ്ങുകൾ പരിശോധിക്കുക. ബിയറിങ്ങുകൾ മാറ്റുക. ഷാഫ്റ്റിൽ സ്കോറിംഗ് ചെയ്യണോ എന്ന് പരിശോധിക്കുക. എൻ പ്ലേ പരിശോധിക്കുക. പ്ലേ വളരെ കൂടുതലാണെങ്കിൽ അധിക വാഷറുകൾ ചേർക്കുക. ഹോൾഡ് ഓൺ ബോൾട്ടുകൾ, ഫാനുകൾ, പുള്ളികൾ തുടങ്ങിയ ലൂസായ ഭാഗങ്ങൾ പരിശോധിക്കുക. അവയെ ടൈറ്റ് ചെയ്യുക. മിസ് അലൈൻമെൻറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. പുള്ളികൾ ശരിയായി അലൈൻമെൻറ്റ് ചെയ്യുക. ബെൽറ്റ് പരിശോധിക്കുക. പഴയതാണെങ്കിൽ മാറ്റുക.
മോട്ടറിൻ്റെ ഷാഫ്റ്റ് പരിശോധിക്കുക. വളഞ്ഞതായി കണ്ടെത്തിയാൽ മോട്ടോർ മാറ്റുകയോ റിപ്പയറിങ്ങിനായി അയക്കുകയോ ചെയ്യുക. ഗ്രൈൻഡർ ഷോക്ക് നൽകിയാൽ ഇൻസ്പെക്ഷൻ കവർ തുറന്ന് മെറ്റാലിക് ബോഡിയുമായി ഏതെങ്കിലും ലൈൻ കോൺടാക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. കൂടാതെ എർത്തിങ് കൃത്യമാണെന്ന് ഉറപ്പാക്കുക. കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക. അവ ശരിയായി ഇൻസുലേറ്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിക്സർ ഗ്രൈൻഡർ ഡിസ്മാൻഡിൽ ചെയ്ത് പാർട്സ് തിരിച്ചറിഞ്ഞ് കേടായ പാർട്സ് മാറ്റി വീണ്ടും അസംബിൾ ചെയ്യുക. ഡിസ്മാൻഡിൽ ചെയ്ത് പാർട്ടുകൾ തിരിച്ചറിഞ്ഞ് കേടായ പാർട്ടുകൾ റീപ്ലേസ് ചെയ്ത് വെറ്റ് ഗ്രൈൻഡർ റീഅസംബിൾ ചെയ്യുക. മിക്സർ, ഗ്രൈൻഡർ എന്നിവയുടെ സർവീസ് ആൻഡ് റിപ്പയർ സംബന്ധിച്ച എക്സർസൈസ് ഇതോടെ അവസാനിക്കുന്നു. നന്ദി. അടുത്ത എക്സർസൈസിൽ വീണ്ടും കാണാം.